കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയും അതിന് പിന്നാലെ ഒരു നിരാശപ്പെടുന്ന വാർത്തയും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് പുതിയ ഓണേഴ്സ് വന്നിട്ടുണ്ട്. മാഗ്നത്തിന്റെ കയ്യിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ആരാധകർക്കുള്ള സന്തോഷ വാർത്ത. പക്ഷേ ഇവിടുത്തെ ദുരന്ത സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഓപ്പറേഷണൽ ഹെഡായിട്ടുള്ള അഭിക് ചാറ്റർജിയെ പുതിയ മാനേജ്മെന്റും ഒരു വർഷത്തേക്ക് കൂടി ടെമ്പററി ഓപ്പറേഷണൽ ഹെഡായിട്ട് നിയമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ അഭിക് ഓപ്പറേഷണൽ ഹെഡായിട്ട് വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന് തലവേദനകളും ദുരന്തങ്ങളും മാത്രമേ ഉള്ളായിരുന്നു. അയാൾക്ക് തന്നിഷ്ടക്കാരെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെൽ ഹൗസ് ആയിട്ടാണ് അവർ ബ്ലാസ്റ്റേഴ്സിനെ യൂസ് ചെയ്യേണ്ടിരുന്നത്. അയാളുടെ അനിയനെ മീഡിയ ഹെഡായിട്ട് നിയമിച്ചു, ഓപ്പറേഷണൽ ഹെഡായിട്ട് അയാളുടെ കാമുകയെ നിയമിച്ചു. അങ്ങനെ തൻ്റെ കുടുംബക്കാരെ മുഴുവൻ തിരികെ കയറ്റാൻ വേണ്ടി മാത്രമാണ് പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അയാൾക്ക് താല്പര്യമുള്ള കുറേ താരങ്ങളെ ഒഡീഷയിൽ നിന്ന് ഇവിടെ പറിച്ച് നടുകയും സപ്പോർട്ടിംഗ് സ്റ്റാഫിനെയും ഒഡീഷയിൽ നിന്നും തൻ്റെ താല്പര്യക്കാരെ മാത്രം ഇവിടെ പറിച്ച് നടുകയും ചെയ്ത അഭിക് ചാറ്റർജിക്ക് ഒരു വർഷത്തേക്ക് കൂടി ഓപ്പറേഷണൽ ഹെഡായിട്ടുള്ള ചുമതല പുതിയ മാനേജ്മെന്റ് നൽകുന്നുണ്ട് എന്നുള്ളത് നിരാശപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. ഏതായാലും പുതിയ മാനേജ്മെന്റ് വരുന്നുണ്ട്. പുതിയൊരു ഓപ്പറേഷണൽ ഹെഡിനെ നിയമിക്കാനുള്ള മടി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ തലവനായിട്ടുള്ള അഭികിനെ നിയമിക്കുന്നുണ്ട്. അഭികിനെ ആ ഒരു സ്ഥാനത്തേക്ക് വീണ്ടും കാണുന്നതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വളരെ വലിയ വിയോജിപ്പുണ്ട് എന്നുള്ള കാര്യമാണ് സത്യം. നോവാസ് സദോയുടെ വരവിനെയൊക്കെ അതിശക്തമായിട്ട് എതിർത്ത താരമായിരുന്നു അഭിക് ചാറ്റർജി. സോ അഭിക് ആരാധകർക്കിടയിൽ ഇപ്പോഴും ഒരു വെറുപ്പിന്റെ ഫാക്ടർ തന്നെയാണ്. പക്ഷേ പുള്ളി ഒരു വർഷം കൂടി പരീക്ഷിക്കുന്നു എന്നുള്ളത് ആരാധകർ എങ്ങനെ എടുക്കും എന്നറിയില്ല. മേ ബി ബോയ്ക്കോട്ട് ഉണ്ടായിരിക്കാം. പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യം. അഭിക് നിലനിൽക്കുന്നു എന്നുള്ളത് നെഗറ്റീവായിട്ടുള്ള കാര്യം. മതി.